ഞങ്ങളുടെ അലമാരിയുടെ തട്ടിന് ഹൈറ്റ് കൂടുതലായ കാരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓൺലൈനിൽ വാങ്ങിച്ചൊരു സാധനമാണിത്. ഇത്രയും സ്പേസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് തുണി അടുക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. താഴത്തുനിന്ന് നമ്മളൊരു ഡ്രസ്സ് വലിച്ചെടുക്കാൻ നോക്കിയാൽ മേളിലിരിക്കുന്നതെല്ലാം കൂടി ഇടിഞ്ഞ് താഴത്തേക്ക് വീഴും. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ ചെറിയ തട്ടുകളാണെങ്കിൽ സൗകര്യമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു തട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സെറ്റപ്പ് ചെയ്തതാണ്. അതിന് നമ്മളുടെ സിംഗിൾ ലിപ്പിൻ്റെ അലൂമിനിയം ചാനൽ വാങ്ങിച്ച് കട്ട് ചെയ്ത് അതിലേക്ക് PVC ഷീറ്റ് പിടിപ്പിച്ചിട്ട് അത് വെച്ചാണ് ഈ തട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബോർഡ് കട്ട് ചെയ്തിട്ട് ആ ചാനലിലേക്ക് വെച്ച് ഓരോ തട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ആ തട്ട് നമ്മൾ സിലിക്കോൺ ഉപയോഗിച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ സ്റ്റീൽ അലമാര കാരണം നമുക്ക് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ തകിടല്ലേ, അപ്പോൾ അത് പുറത്ത് വരാനും നീറ്റായിട്ടിരിക്കില്ല. കാരണം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഹോൾട്ട് സ്ക്രൂ ചെയ്യുകയോ റിവേറ്റ് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ അതിന് സിലിക്കോൺ അടിച്ച് ഫിക്സ് ചെയ്യാം. സിലിക്കോൺ അടിക്കുന്നതിന് മുമ്പ് ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചിട്ട്, ഡബിൾ സൈഡ് ടേപ്പ് എന്ന് ഉദ്ദേശിച്ചത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള ഇത് ACP ഷീറ്റ് ഒട്ടിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പാണ്. അത് ഒട്ടിച്ചിട്ട് സിലിക്കോണും കൂടി അടിച്ചിട്ടാണ് ഇത് അലമാരിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ PVC ഷീറ്റ് ആ ഫ്രെയിമിലേക്ക് നമ്മൾ സിലിക്കോൺ അടിച്ച് ഫിക്സ് ചെയ്ത് എന്നിട്ട് ആ ഫ്രെയിം റിവേറ്റ് അടിച്ച് ലോക്ക് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലൊരു 4 തട്ട് ഞാൻ ഉണ്ടാക്കി. ഇതിങ്ങനെ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, ഞങ്ങൾക്ക് എന്തായാലും തട്ട് വേറെ എക്സ്ട്രാ അത്യാവശ്യമാണ്. പക്ഷേ ഇത് രണ്ടാമതൊരു തട്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ പൈസ ചിലവിൻ്റെ മാത്രമല്ല, ഈ അലമാരി ഇതെടുത്ത് പൊക്കിക്കൊണ്ട് വണ്ടി കയറ്റി അവിടെ കൊണ്ട് കൊടുക്കണം, അവിടെ നിന്ന് തിരിച്ച് കയറ്റിക്കൊണ്ടുവന്ന് തിരിച്ച് വെക്കണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഈ വഴിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം സക്സസ് ആണ്. ഇനി അത് കറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഏത് അളവിലാണ് നമുക്ക് തട്ട് വേണ്ടതെന്ന് ഈക്വലായിട്ട് മാർക്ക് ചെയ്ത്, ഇതാണ് ആ ഡബിൾ സൈഡ് ടേപ്പ്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ACP പാനലൊക്കെ ഒട്ടിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് ആ മാർക്ക് ചെയ്തിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവലൊക്കെ നോക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഈ ടേപ്പ് നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് അതിലേക്ക് ഒട്ടിക്കും. ഇത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്ട്രിപ്പ് കൂടി പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ആ പാനലെടുത്ത് ഫിക്സ് ചെയ്യും. ഇനി ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ആ ഒരു തിക്നെസ്സിൽ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പൊക്കെ നമ്മൾ സിലിക്കോൺ അടിച്ച് ഫില്ല് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കും. എക്സസ് നിൽക്കുന്ന സിലിക്കോൺ നമ്മൾ കൈകൊണ്ട് വടിച്ച് മാറ്റി നല്ല നീറ്റാക്കി വെച്ച് കഴിയുമ്പോൾ ഏകദേശം തട്ടിങ്ങനെ ഇരിക്കും. നല്ല സ്ട്രോങ് ആണ്. ഇത് വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കും.